إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن تطع أكثر من في الأرض يضلوك عن سبيل الله إن يتبعون إلا الظن وإن هم إلا يخرصون സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധികൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും ഒരുപോലെ കാത്തു സൂക്ഷിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ ആമുഖമായി നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പൊരുത്തത്തിലായി ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ നമ്മെ ചേർക്കുകയും അങ്ങനെ തന്നെ അള്ളാഹുവിലേക്ക് സ്വർഗാവകാശിയായി മടങ്ങിപ്പോകാനുള്ള മഹാസൗഭാഗ്യത്തെ അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിന്റെ ആശയം പ്രമാണങ്ങളുടെ കൂടുതൽ വെളിച്ചത്തിൽ ഉണർത്തുവാനാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിനോട് അദ്ദേഹം ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, നബിയെ, ഇസ്ലാമിൽ ഏറ്റവും വലിയ പാപം ഏതാണ്? ഇസ്ലാമിൽ ഏറ്റവും വലിയ അക്രമം, തിന്മ ഏതാണ്? അള്ളാഹുവിൻ്റെ റസൂൽ കൊടുത്ത മറുപടി, അൻ തജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക. അള്ളാഹുവിൽ നീ സമന്മാരം നിശ്ചയിക്കലാണോ? അവൻ നിന്നെ സൃഷ്ടിച്ചിരിക്കെ അള്ളാഹുവിൽ പങ്കുചേർക്കലാണ് ഇസ്ലാമിൽ ഏറ്റവും വലിയ തിന്മ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ പറഞ്ഞ യാഥാർത്ഥ്യം നമുക്കൊക്കെ അറിയാം. പാപങ്ങളിൽ ഏറ്റവും വലിയ പാപമാണ് അള്ളാഹുവിൽ പങ്കുചേർക്കൽ, ശിർക്ക് എന്ന് പറയുന്നത്. സബഉൽ മൂബിഖാത്ത് എണ്ണിയപ്പോൾ നമ്മളൊക്കെ വളരെ ചെറിയ പ്രായത്തിലെ പാപങ്ങൾ, വൻ പാപങ്ങൾ 7 എണ്ണമാണ്.
എന്ന് എണ്ണിയ കൂട്ടത്തിൽ ഒന്നാമത് പറഞ്ഞത് ഇജ്തനിബുസ് സബഅൽ മൂബിഖാത്ത്. സഹാബികൾ ചോദിക്കുകയാണ്, വമാഹുന്ന യാ റസൂലല്ലാഹ്, ഏതാണ് നബിയെ ഈ 7 എണ്ണം? ഒന്നാമത് പറഞ്ഞത് അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്, ശിർക്ക് ചെയ്യലാണ്. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരനായ മറ്റൊരു സഹാബിയാണ് അബൂദർദാ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുകയാണ്, ഔസ്വാനി ഖലീലി, എൻ്റെ ഖലീൽ എനിക്ക് ചില ഉപദേശങ്ങൾ തന്നു, പ്രവാചകൻ എനിക്ക് ചില ഉപദേശങ്ങൾ തന്നു. ആ ഉപദേശങ്ങളിൽ ഒന്നാമത്തേത് അല്ലാ തുശ്രികു ബില്ലാഹി ശൈഅ, അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത് എന്നാണ്. എങ്ങനെയായി തീർന്നാൽ പോലും വഇൻ കുത്തിഅത വഹുരിഖത, നിന്നെ കഷ്ടമായി ഛേദിച്ച് കളയുമെന്ന് പറയപ്പെട്ടാലും, നിന്നെ തീഗോളങ്ങൾക്കിരയാക്കിയാലും നീ ഒരിക്കലും അല്ലാഹുവിൽ പങ്കു ചേർക്കരുത് എന്ന് അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കൊക്കെ അറിയുന്നത് പോലെ അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ടൊരു അടിമ ചെയ്യുന്ന ഏറ്റവും വലിയ പാപമാണത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊരു തിന്മയില്ല. അതുകൊണ്ടാണ് 31-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ ലുഖ്മാനുൽ ഹക്കീം തൻ്റെ മകനോട് ആദ്യമായി പറഞ്ഞത്, മോനെ നീ ശിർക്ക് ചെയ്യരുത്, മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത് എന്നൊക്കെ പറയുന്നത് എത്രത്തോളം ഗൗരവമാണ് ആ ഉപദേശം. അതിനേക്കാൾ വലിയ തിന്മയാണ് ഇസ്ലാമിൽ അല്ലാഹുവിൽ പങ്കു ചേർക്കൽ, ശിർക്ക്. ആ ശിർക്കിനെ കുറിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞത് ഇന്ന ശിർക ലളുൽമുൻ അളീം, അത് വമ്പിച്ച അക്രമമാണ്. ഒരടിമ അല്ലാഹുവിനോട് ചെയ്യുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഏറ്റവും വലിയ നന്ദികേടാണ്. അപ്പൊ ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടാകും, ഉസ്താദ് എന്താണ് ഈ ശിർക്ക്? ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, അല്ലാഹുവിൻ്റെ സൃഷ്ടികളിലേക്ക് അല്ലാഹുവിനെ സാമ്യപ്പെടുത്തലാണ്. തശ്ബീഹുൽ ഖാലിഖി ബിൽ മഖ്ലൂഖ്, മഖ്ലൂഖുകളോട് അല്ലാഹുവിനെ സാദൃശ്യപ്പെടുത്തുക. അല്ലാഹുവിൻ്റെ ഏതെങ്കിലും ഒരു സിഫത്തിന്റെ കണിക ഒരു സൃഷ്ടികളിലേക്ക് എന്ത് ഡെഫിനിഷൻ പറഞ്ഞ് ചാർത്തിയാലും അത് ശിർക്കാണ്. തിരിച്ചും അദ്ദേഹം പറഞ്ഞു, സൃഷ്ടാവിനെ സൃഷ്ടികളിലേക്ക് സാദൃശ്യപ്പെടുത്തൽ മാത്രമല്ല, സൃഷ്ടികളെ സൃഷ്ടാവിലേക്ക് സാദൃശ്യപ്പെടുത്തലും ശിർക്കാണ്. അല്ലാഹു എല്ലാം കേൾക്കുന്നവനാണ്. അതുകൊണ്ടാണ് അവൻ അസ്സമീഉ എന്ന പേര് സ്വീകരിച്ചത്. അതേ പേര് തന്നെ മനുഷ്യരെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, സമീഅൻ ബസീറ. അല്ലാഹു മനുഷ്യന് കേൾവി ശക്തിയും കാഴ്ച ശക്തിയും നൽകി. എവിടെയാണ് അല്ലാഹുവിൻ്റെ കാഴ്ചയും നമ്മുടെ കാഴ്ചയും വ്യത്യസ്തപ്പെടുന്നത്? ഒന്ന് പരിപൂർണമാണ്, ഒന്ന് ന്യൂനതകളുള്ളതാണ്. കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്ത് അഭൗതികമായി പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കേൾക്കുവാനും കാണാനും കഴിയുന്നവൻ അല്ലാഹു മാത്രമാണ്. ഈ കേൾവിയും കാഴ്ചയും അല്ലാഹുവിൻ്റെ സൃഷ്ടികൾ എല്ലാം കേൾക്കുന്ന മഹാനാണ്, എല്ലാം കാണുന്ന മഹാനാണ് എന്നൊരു സെക്കൻഡ് നേരത്തേക്ക് നീ വിശ്വസിച്ചാൽ അത് ഇസ്ലാമിൽ ശിർക്ക് എന്ന് പറയുന്ന പാപമാണ്. ചില ആളുകളെങ്കിലും പറയല് ശിർക്ക് എന്ന് പറഞ്ഞാൽ അത് ഇബാദത്താകണം. ഇബാദത്ത് ചെയ്താൽ എന്തായാലും ശിർക്ക് തന്നെയാണ്. ചില ആളുകൾ പറയുന്നത് ഇബാദത്താകണമെങ്കിൽ നമ്മൾ വിളിച്ചു തേടുന്ന സൃഷ്ടി മഹാൻ ഇലാഹാണെന്ന് വിശ്വസിക്കണം. ഇലാഹാണെന്ന് വിശ്വസിച്ചാൽ എന്തായാലും ശിർക്കാണ്. ഞാൻ ചോദിക്കുന്ന കാര്യം ഇന്ന മഹാനോട്, തങ്ങളോട്, ബീവിയോട്, ബാവയോട് ചോദിക്കുന്നത് അവരുടെ സ്വന്തം കഴിവിൽ നിന്നാണെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ്. അങ്ങനെ വിശ്വസിച്ചാലും ശിർക്കാണ്, ഇല്ലെങ്കിലും ശിർക്കാണ്. അതുകൊണ്ടാണ് മഹാനായ ഇബ്നു കസീർ പറഞ്ഞത്, സൃഷ്ടികളിലേക്ക് റബ്ബിനെ സാദൃശ്യപ്പെടുത്താൻ ഒരു സെക്കൻഡ് പോയിട്ട് ഒരു മൈക്രോ സെക്കൻഡ് പോലും പാടില്ല. ആദ്യം ശിർക്ക് വരുന്നത് പ്രവൃത്തിയിലല്ല, വിശ്വാസത്തിലാണ്.
ഇന്ന മഹാൻ ഇന്ന രൂപത്തിൽ കേൾക്കുമെന്ന് വിശ്വസിച്ചതോടെ ശിർക്ക് സംഭവിച്ചു. പ്രവൃത്തി ചെയ്ത രണ്ടാമത്തെ ശിർക്ക് സംഭവിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് ശിർക്ക് ചെയ്യാൻ കെട്ടിപ്പൊന്തിച്ച മക്ബറകളിൽ പോണമെന്നില്ല. ആ മക്ബറകളിൽ അന്തി ഉറങ്ങുന്ന മഹാനെക്കുറിച്ച് നിന്റെ വീടിന്റെ ബെഡ്റൂമിൽ ഇരുന്ന് അയാളെല്ലാം കേൾക്കുന്നവനാണെന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്ക് സംഭവിച്ചു. ആ ഒരു സിഫത്ത് റബ്ബിൻ്റെത് മാത്രമാണ്. നമ്മുടെ കടയുടെ മുകളിൽ ഫ്രെയിം ചെയ്തിട്ട തകിട്, അത് എന്തൊക്കെയോ ചില പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും തടുക്കാൻ അത് സഹായിക്കുന്നു എന്ന് നീ വെറുതെ വിശ്വസിച്ചാൽ മതി. നിന്റെ കടയിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന കച്ചവടത്തിൽ, ബിസിനസ്സിലുള്ള ലാഭങ്ങൾ എന്തൊക്കെയോ ചില സൃഷ്ടികളിലേക്ക് നീ അതിനെ ചാർത്തി വെച്ചാൽ നിന്നിൽ ശിർക്ക് സംഭവിക്കുന്നുണ്ട്. വാങ്ങുന്നതിന്റെ മുന്നേ 5 രൂപയുടെ ഒരു ചെറിയ നീളമുള്ള നൂല്, അത് എന്തോ ഒരു വിശ്വാസത്തിന്റെ പേരിൽ കൈത്തണ്ടയിലും കാലിത്തണ്ടകളിലും മരകളിലും കഴുത്തുകളിലും കെട്ടിത്തൂക്കിയാൽ അത് ശിർക്കാണ്. അത് അപകടങ്ങളെ തടയുന്നു, അത് പ്രയാസങ്ങളെ തടയുന്നു. ഏതോ ഒരു മഹാൻ അത് ഊതിത്തന്നതാണ് എന്ന് വിശ്വസിച്ചാൽ അള്ളാന്റെ റസൂൽ അന്നേ അതിനെക്കുറിച്ച് പ്രതികരിച്ചത്, ആരെങ്കിലും ആ രൂപത്തിൽ ശരീരത്തിൽ നൂല് ബന്ധിച്ചാൽ അല്ലേ അവൻ അതിലേക്ക് ഏൽപ്പിക്കപ്പെടുമെന്നാണ്. അപ്പൊ അതുകൊണ്ട് ആരാധന ആകണമെന്നില്ല. അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളും അവന്റെ സിഫത്തുകളുമാണോ അവിടെ തന്നെ ശിർക്ക് സംഭവിച്ചിട്ടുണ്ട്. അവിടെയാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അള്ളാഹുവിന്റെ പോലെ തന്നെ കഴിവുകൾ മഹാന്മാർക്കുമുണ്ടെന്ന് പറയലാണ് ആ ശിർക്ക് എന്ന് പറയാൻ കാരണം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. ഇത്തരം ആളുകളെ കുറിച്ചു കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഈ പാപം ഇന്ന് പൊതുധാരയിൽ മുസ്ലിം സമൂഹത്തെ പറഞ്ഞ് ഫലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പണ്ഡിത വേഷധാരികൾ മുസ്ലിമീങ്ങളിലേക്ക് ശിർക്ക് വരില്ല എന്നാണ്. ആ ഒരു സംസാരത്തിലൂടെ ഉണ്ടായ വലിയ അപകടങ്ങൾ എന്താണ്? അതിനെക്കുറിച്ചുള്ള നിർഭയത്വ ബോധമേ നഷ്ടപ്പെട്ടു പോയി. എന്റെ കാലശേഷം എന്റെ ഉമ്മത്തിലേക്ക് ശിർക്ക് വരില്ല എന്നുള്ള ഹദീസ് ഉണ്ട്. പക്ഷെ അതിനെ വ്യാഖ്യാനിക്കേണ്ടതും എന്താണ് റസൂലുള്ളാഹി പറഞ്ഞതിന്റെ ഉദ്ദേശമെന്നും വിശദീകരിക്കേണ്ടത് നമ്മളല്ല. എന്റെ കാലശേഷം എന്റെ സമൂഹത്തിൽ ശിർക്ക് വരില്ല എന്ന് അവിടുന്ന് പറഞ്ഞു. ശരിയാണ്, സ്വഹീഹായ ഹദീസാണ്. ഇമാം ബുഖാരിയുടെ ആ ഹദീസിനെ മഹാനായ അതിന് വിശദീകരണം നൽകിയ ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞത്, ഒരിക്കലും ഈ ഉമ്മത്ത് മുഴുവനായും ശിർക്കിലേക്ക് എത്തിപ്പെടില്ല എന്നാണ് അതിന്റെ ഉദ്ദേശം. ചില പണ്ഡിതന്മാരെങ്കിലും പറഞ്ഞത് സഹാബികളെയാണ് റസൂലുള്ളാഹി ഉദ്ദേശിച്ചതെന്നാണ്. എന്റെ കാലശേഷം എന്റെ ഉമ്മത്തീങ്ങളിൽ എന്ന് പറഞ്ഞത് അത് അസ്സഹാബ, അല്ലാതെ മജ്മൂ ആയിട്ടല്ല, മുഴുവനായിട്ടല്ല. മുഴുവൻ ഈ മുസ്ലിം ഉമ്മത്തിലെ മുഴുവൻ വിഭാഗം ആളുകളും ശിർക്കിലേക്ക് പോകില്ല എന്നാണ് അതിന്റെ ഉദ്ദേശം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഈ ഉമ്മത്തിലേക്ക് ശിർക്ക് വരില്ലെങ്കിൽ പിന്നെ എന്തിനാ റസൂലുള്ളാഹി ഇങ്ങനെ പറഞ്ഞത്? എങ്ങനെ നബി, അള്ളാഹുവെ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ ശിർക്ക് സംഭവിക്കുന്നതില്ലെന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന് പറയുന്നൊരു ദുആ തന്നെ ഉണ്ട്. നമ്മളോടാ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നമ്മളിലേക്ക് ശിർക്ക് വരൂല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രാർത്ഥനയുടെ പ്രസക്തി ഉണ്ടോ? ഈ ഉമ്മത്തിലെ 40 പേർ ഒരു മയ്യത്തിന് വേണ്ടി നമസ്കരിച്ചാൽ തൗഹീദുള്ള 40 പേർ എന്നാണ്. ആരാ മയ്യത്ത് നിസ്കരിക്കൽ? മുസ്ലിങ്ങളല്ലേ? ആ മുസ്ലിമീങ്ങളോട് മുഴുവൻ പറയാൻ തൗഹീദുള്ള 40 പേർ ഒരു മയ്യത്തിന് വേണ്ടി നിസ്കരിച്ചാൽ അവന്റെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശിർക്ക് വരും എന്നതിന് ഒട്ടനവധി തെളിവുകളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ, മുസ്ലിം സമൂഹത്തിന്റെ പൊതുധാരയിൽ പറഞ്ഞു ഫലിപ്പിച്ചു വെച്ചിട്ടുള്ള എന്താ? ആ വലിയ തിന്മ വരൂല എന്നാണ്. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞെന്താ അറിയോ? കറുത്ത പാറയിലൂടെ കറുത്ത ഉറുമ്പ് കറുത്ത ഇരുണ്ട രാത്രിയിൽ അരിച്ചു വരുന്നത് കാണുക എത്ര അസാധ്യമാണോ, അതുപോലെ നിങ്ങളിലേക്ക് ഗോപ്യമായി ശിർക്ക് വരുമെന്നാണ് അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. എന്താണത് വന്നു പോയുള്ള പ്രശ്നം എന്നറിയോ? ഞാൻ എൻ്റെ സഹോദരങ്ങളോട്, അതിൽ പെട്ടുപോയ ആൾക്കാരോട് പറയാണ്, അവർക്ക് ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയാണ്. അതിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾക്ക് കൂടുതൽ റബ്ബിനെ സ്തുതിക്കാനും വേണ്ടിയാണ് ഇത് പറയുന്നത്. അള്ളാഹു നമ്മെ ശിർക്കിൽ നിന്ന് കാക്കുമാറാകട്ടെ. ഇന്നഹു മയുശ്രികു ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന എന്നാണ്.
ആ തിന്മ വന്നു പോയാൽ അവന് സ്വർഗം ഹറാമാണ്. വമഅവാഹുന്നാർ, നരകമാകുന്നു അവന്റെ സങ്കേതമെന്നും അവിടുന്ന് പറയാറുണ്ട്. ചില ആളുകളൊക്കെ സമൂഹത്തില്, മുസ്ലിം സമൂഹത്തിൽ ചില ആൾക്കാരെ കാണാൻ പറ്റും. നമുക്ക് നന്മകൾ മാത്രം പറഞ്ഞു കൊടുത്താൽ പോരെ, എന്തിനാ നമ്മൾ ഈ തിന്മ പറയേണ്ട ആവശ്യം? തിന്മ പറയാന്ന് പറഞ്ഞാൽ തിന്മയെ എതിർക്കേണ്ട ആവശ്യമില്ല. നന്മ പറഞ്ഞാൽ തന്നെ ആൾക്കാർ എന്ത് ചെയ്തോളും? ഓട്ടോമാറ്റിക്കലി തിന്മയിൽ നിന്ന് രക്ഷപ്പെട്ടോളും എന്നാണ്. ശരിയല്ല. നന്മകളുടെ ഫളായിലുകൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ അത്ര പ്രയാസമല്ല. അത് ജനങ്ങൾ അങ്ങനെ കേട്ടോളും. നിസ്കരിച്ചത്ര കൂലി, തഹജ്ജുദ് നിസ്കരിച്ചത്ര കൂലി, അദ്കാറുകൾ ചൊല്ലി എത്ര കൂലി, കേൾക്കാൻ നല്ല രസാ. ദഅവത്തിന്റെ ഫസ്റ്റ് പാർട്ട് അതാണ്, നന്മ കൽപ്പിക്കുക. ശരിയാണ്. പക്ഷെ രണ്ടാമത്തെ പാർട്ട് അവഗണിക്കാൻ പാടില്ല. ഏതാ രണ്ടാമത്തെ പാർട്ട്? വനഹിയു അനിൽ മുൻകർ, തിന്മ വിരോധിക്കണം. നന്മ കൽപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസത്തെക്കാൾ അധികം പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് തിന്മ വിരോധിക്കുമ്പോഴാണ്. ലുഖ്മാൻ ഹക്കീമിലേക്ക് അധ്യായത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന്റെ മകനോട് പറഞ്ഞൊരു വർത്താനം എന്താണ്? യാ ബുനയ്യ അഖിമിസ് സ്വലാ, മോനെ നിസ്കാരത്തെ നിലനിർത്തണം. രണ്ടാമത് പറഞ്ഞെന്താ? വഅ്മുർ ബിൽ മഅറൂഫ്, നീ നന്മ കൽപ്പിക്കണം. കൂടെ തന്നെ പറഞ്ഞു വനഹിയു അനിൽ മുൻകർ, നീ തിന്മ വിരോധിക്കണം. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുമ്പോൾ വസ്ബിർ അലാ മാ അസ്വാബക്, അതിന്റെ പേരിലുണ്ടാകുന്ന പ്രയാസങ്ങളെ നീ ക്ഷമിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത് നന്മ തൗഹീദ് മാത്രം പറഞ്ഞ പോരെ, ശിർക്കിനെ കുറിച്ച് എന്തിനാ പറയണത് എന്ന് ചില ആളുകൾ ചോദിക്കുന്നിടത്ത്, സഹോദരങ്ങളെ, സന്മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ ദുർമാർഗത്തിന്റെ ആഴം മനസ്സിലാക്കണം. ഇരുട്ടിന്റെ കാളിമയുടെ ശക്തി അറിഞ്ഞാലാണ് പ്രകാശത്തിന്റെ വിലയറിയുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ, കാഴ്ചയില്ലാത്തവനെ കാഴ്ചയുടെ വിലയറിയൂ എന്ന് പറഞ്ഞതുപോലെ, ശിർക്കിന്റെ ഗൗരവം അറിഞ്ഞവനെ തൗഹീദിന്റെ മാധുര്യം യഥാർത്ഥത്തിൽ ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് തിന്മകളെ കുറിച്ച് നമ്മൾ പഠിക്കണം. എന്തിനെ? തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരനായ സഹാബിയാണ് ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുകയാണ്, കാനന്നാസു യസ്അലൂന റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖൈർ. ജനങ്ങളൊക്കെ അധികം അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നത് അനിൽ ഖൈർ, നന്മയെ സംബന്ധിച്ച്. ജനങ്ങളൊക്കെ അധികം അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്ന നന്മയെ സംബന്ധിച്ചാണ്. വകുന്തു അസ്അലഹു അനിശ്ശിർക്ക്, ഞാൻ ചോദിച്ചത് അല്ലാഹുവിന്റെ റസൂലിനോട് ശിർക്കിനെ സംബന്ധിച്ചുകൊണ്ടായിരുന്നു, തിന്മയെ സംബന്ധിച്ച്. ശിർക്ക് തിന്മയാണെന്ന് നമുക്കറിയാം. എന്തിനു വേണ്ടിയാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. എന്തിനാ ഞാൻ ശിർക്കിനെ കുറിച്ച് ചോദിച്ചറിഞ്ഞത്? മഖാഫത അയ്യുദിരിക്കനി, എന്നിലേക്ക് അത് വരാതിരിക്കാൻ. അവൻ നന്മ പഠിക്കുന്നതോടൊപ്പം പറയുന്നതോടൊപ്പം ആ നന്മയുടെ അപ്പുറത്തുള്ള തിന്മയെക്കുറിച്ചും പറയണം. അതാണ് ഈ ഹദീസിൽ നിന്ന്, ബുഖാരി മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. അതിശക്തമായ പരമ്പരയിൽ വന്ന ഹദീസാണ്. 3606 ഹദീസാണ്. ഞാൻ പറഞ്ഞു വന്നത്, വഴികേടിന്റെ മാർഗങ്ങളെ തുറന്നു കാട്ടുന്ന അവസ്ഥയുണ്ടാകണം. ഖുർആൻ ഇറങ്ങിയത് തന്നെ എന്തിനാ? വഴികേടുകളെ തുറന്നു കാട്ടാനാണ്. അത് ഖുർആൻ പറഞ്ഞില്ലേ? നന്മ പറഞ്ഞാൽ തന്നെ തിന്മയിൽ നിന്ന് രക്ഷപ്പെടുമെങ്കിൽ ഖുർആൻ എന്തിന് തിന്മകളെ തുറന്നു കാട്ടി? തിന്മകളെ തുറന്നു കാട്ടുന്ന ഗ്രന്ഥമാണെന്ന് ഖുർആനെ കുറിച്ച് ഖുർആൻ പറഞ്ഞു. വിശുദ്ധ ഖുർആനിലെ അൻആമിന്റെ 55-ാമത്തെ വചനം നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഒന്ന് മറിച്ചു നോക്കൂ. അല്ലാഹുവോട് പറഞ്ഞെന്താ? വകദാലിക നുഫസ്സിലുൽ ആയാതി വലിതസ്തബീന സബീലുൽ മുജ്രിമീൻ. എത്ര കൃത്യമാണ് കാര്യം. എന്താ പറഞ്ഞത്? തെളിവുകൾ വിശദീകരിച്ചു തരുന്നത് കുറ്റവാളികളുടെ മാർഗത്തെ തിരിച്ചറിയാനാണ്. കുറ്റവാളികളുടെ മാർഗം എന്തിനാണ്? നന്മ പറയുന്നവർ പഠിക്കേണ്ടത് എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരമാണത്. അപ്പൊ നന്മയുടെ ഫളായിലുകൾ പറഞ്ഞിട്ട് ഇങ്ങനെ ഊറ്റം കൊള്ളാൻ എളുപ്പമാണ്. തിന്മയെ അതിശക്തമായി നന്മ പറയുന്നതിന്റെ 10 മടങ്ങ് തിന്മയെക്കുറിച്ച് അറിഞ്ഞ് അതിനെ എതിർക്കണം. ഒരു തിന്മ കണ്ടാൽ നിങ്ങൾ അതിനെ കൈകൊണ്ട് തടുക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിന് കഴിയില്ലേ? അതിന് കഴിയാത്ത സിറ്റുവേഷൻ ആണോ? നാവ് കൊണ്ട് അതിനെതിരെ പറയണം. നാവ് കൊണ്ടും പറയാൻ കഴിയില്ലേ? എങ്കിൽ മനസ്സിൽ ആ തിന്മയോടുള്ള വെറുപ്പ് രേഖപ്പെടുത്തണം. ഫദാലിക അദ്അഫുൽ ഈമാൻ.
ആ രംഗത്ത് ആ തിന്മയിലുള്ള ഏറ്റവും ചെറിയ ഈമാനാണെന്ന് പറഞ്ഞു. എല്ലാ രംഗത്തുള്ളതല്ല, ആ തിന്മയുടെ വിഷയത്തിൽ ഏറ്റവും ചെറിയ ഈമാൻ എന്താ? ആ തിന്മയെ വെറുക്കുക. വീട്ടിൽ മക്കള് വളർത്തിക്കൊണ്ടുവന്നപ്പോൾ തിന്മയിലൂടെ സഞ്ചരിക്കുന്ന മക്കളാ, അവങ്ങനെ ചീത്ത കൂട്ടുകെട്ടിന്റെ കൂടെ ഒരു വലിയ തിന്മ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അവിടെ മനസ്സോട് വെറുത്തു പോയാൽ പോരാ. ഈ കുറച്ചെങ്കിലും ഈ മരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് വെറുത്തു പോയാൽ മതിയോ? പോരാ. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? കൈകൊണ്ട് തടുക്കണം. അപ്പൊ ഈ ഓപ്ഷന് ചെയ്യേണ്ട നിർബന്ധ ഘടകങ്ങൾ ഉണ്ടാവും, സാഹചര്യങ്ങൾ ഉണ്ടാവും, അവിടെ അങ്ങനെ തന്നെ ചെയ്യണം. അപ്പൊ തിന്മയെ എതിർക്കുക എന്നുള്ളത് ഹബീബായ പ്രവാചകന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. പ്രവാചകന്മാരങ്ങനെയായിരുന്നു. നൂഹ് നബി തന്റെ സമൂഹത്തിൽ ശിർക്ക് സംഭവിച്ചപ്പോൾ എന്താ പറഞ്ഞത്? നിങ്ങൾ തൗഹീദിലേക്ക് വരൂന്ന് മാത്രമല്ല, ശിർക്കിന്റെ ഗൗരവത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു കൊടുത്തു. വലിയ വഴികേടിലാണെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുത്തു. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വചനം കേൾക്കാത്ത ആരും ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ല. സ്വർഗത്തിലേക്ക് പോയ രണ്ടാമത്തെ സഹാബിയാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? യൂഷിക്കു അൻ തുൻഖല ഉറൽ ഇസ്ലാം ഉർവതൻ ഉർവതൻ ഇദാ നശഅ ഫിൽ ഇസ്ലാമി മൻ ലാ യഅരിഫുൽ ജാഹിലിയ്യ. അന്ധകാര നിബിഡമായ കാലഘട്ടത്തിന്റെ കാളിമയെക്കുറിച്ച്, ഇരുട്ടിനെക്കുറിച്ച് തിരിച്ചറിയാത്തവർ ഇസ്ലാമിൽ വളർന്നു വന്നാൽ ഇസ്ലാമിന്റെ കയറിന്റെ ഓരോ പിരികളും അഴിഞ്ഞഴിഞ്ഞു പോകുമെന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ തൗഹീദ് പഠിക്കുന്നത് പോലെ തന്നെ ശിർക്കിനെ കുറിച്ചും പഠിക്കേണ്ടതുണ്ട്. എന്തിനാ ഖുർആൻ ഇങ്ങനെ പറഞ്ഞത്? വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ളല്ല ളലാലൻ മുബീന. വ്യക്തമായ വഴികേടാണത് എന്ന് പറഞ്ഞത് എന്തിനാ? ആ തിന്മയെ വരച്ചു കാട്ടുകയാണ്, ആ തിന്മയെ നമുക്ക് പറഞ്ഞു തരികയാണ്. ഇസ്ലാമിൽ ടോട്ടലി 3 തിന്മയുള്ളത്. 3 തിന്മ എന്ന് പറഞ്ഞാൽ 3 കോളം വരക്കാന്നർത്ഥം. ആ 3 കോളത്തിലാണ് എല്ലാ തിന്മയും പെടുക. അൽളുൽമു സലാസ. അക്രമങ്ങൾ 3 തരത്തിലാണ്. അതിലൊന്നാമത് പറഞ്ഞത് ഫളുൽമുൽ ലാ യഗ്ഫിറുല്ലാഹ് എന്നാണ്. യഗ്ഫിറുഹുല്ലാഹ്. ഒന്നാമത്തെ തിന്മ എന്ന് പറയുന്നത്, ഒന്നാമത്തെ കോളം വരക്കാം, ഒരിക്കലും അല്ലാഹു പൊറുക്കാത്ത തിന്മയാണ്. അതാണ് അല്ലേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ശിർക്കാണ്. ശിർക്ക് ഒരിക്കലും പൊറുക്കൂല എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം എന്തറിയോ? ഓഞ്ഞ് തൗബ ചെയ്താലും പൊറുക്കൂല എന്നല്ല. അതിന്റെ ഗൗരവത്തെ കുറിച്ച് പറഞ്ഞു തരികയാണ്. അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ അതും പുറത്തുതരും. അതിന് ഖുർആനിൽ ഒരുപാട് തെളിവുണ്ട്. ജൂതന്മാരെ കുറിച്ച് പറഞ്ഞ ഭാഗത്തൊക്കെ, നസ്രാനികളെ കുറിച്ച്, ഈസാ നബിയെ ദൈവപുത്രനാക്കിയവരെ കുറിച്ച് പറഞ്ഞെന്താ? ഒരു തൗബ ചെയ്യുകയാണെങ്കിൽ ഞാൻ പുറത്തു കൊടുക്കുന്നു ഖുർആൻ പറയുന്നുണ്ട്. ഒരു ശിർക്ക് ചെയ്ത ആൾക്കാരല്ലേ. അപ്പൊ ഒന്നാമത്തെ അക്രമം ഏതാണ്? ശിർക്കാണ്, ഒന്നാമത്തെ കോളം. രണ്ടാമത്തെ അക്രമം ഏതറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സൃഷ്ടികളും റബ്ബും തമ്മിലുള്ള തിന്മകളാണ്. സ്വകാര്യതകൾ ചെയ്യുന്ന തിന്മകൾ, ഹറാമുകൾ. ആ ഹറാമുകൾ അവന്റെ ജീവിതത്തിൽ അവനും റബ്ബും തമ്മിലുള്ള കരാറിന്റെ ലംഘനമാണ്. അതവൻ റബ്ബിനോട് തൗബ ചെയ്താൽ, ഇസ്തിഗ്ഫാർ ചെയ്താൽ അത് നേരിട്ട് തേടിയ പുറത്തു കൊടുക്കും. മൂന്നാമത്തെ തിന്മ ഏതെന്നറിയോ? മൂന്നാമത്തെ കോളം വരച്ചാൽ സൃഷ്ടികളോട് നമ്മൾ ചെയ്യുന്ന അതിക്രമങ്ങളുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ വാക്കാലോ നോക്കാലോ പ്രവർത്തിയാലോ അവരോട് ചെയ്തതാവും. അഭിമാനത്തെ ക്ഷതപ്പെടുത്തിയിട്ടുണ്ടാവും, വേറെ ഏതെങ്കിലും രൂപത്തിൽ ശാരീരികമായി അതിക്രമിച്ചിട്ടുണ്ടാവും, മാനസികമായി ബന്ധങ്ങളിൽ. ഈ തിന്മ നിനക്ക് പുറത്തു കിട്ടണമെങ്കിൽ നീ റബ്ബേ പൊറുക്കണേന്ന് പറഞ്ഞ പൊറുക്കൂല. അത് നീ ആരോടാണോ അതിക്രമം ചെയ്തിട്ടുള്ളത് ഓലെ ചെന്ന് പൊരുത്തപ്പെടിപ്പിക്കണം. എന്നിട്ട് അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ തേടിയാലാണ് ആ തിന്മ അല്ലാഹു പുറത്തു തരിക. ഇങ്ങനെ 3 തരം തിന്മകളെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ ഒന്നാമത്തെ തിന്മയായി പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, ശിർക്ക് എന്ന് പറയുന്ന തിന്മയാണ്. ഒരിക്കലും അല്ലാഹു വിട്ടുകൊടുക്കൂല. ഈ ഉദാഹരണം ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റിക്കൊള്ളുന്നില്ല. നമ്മുടെ ഭാര്യയ്ക്കൊരു അവിഹിതമുണ്ടെന്നറിഞ്ഞാൽ, അല്ലെങ്കിൽ ഭർത്താവിനൊരു അവിഹിതമുണ്ടെന്നറിഞ്ഞാൽ നമ്മൾക്കത് വെച്ച് പൊറുപ്പിക്കാൻ കഴിയുമോ? ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പത്രത്തിൽ വന്ന, സോഷ്യൽ മീഡിയയിൽ വന്നൊരു വാർത്ത എന്താ? ഫ്ലാറ്റിൽ നിന്ന് ഓഫീസിലേക്ക് പോയ ഭർത്താവ് ഫയൽ എടുക്കാൻ മറന്നപ്പോൾ തിരിച്ചു വന്നു. റൂം തുറക്കാൻ സമയം വൈകിയപ്പോൾ ചവിട്ടിപ്പൊളിച്ച് കയറിയപ്പോൾ ഭാര്യന്റെ കൂടെ ഒരു അന്യപുരുഷനെ കണ്ടപ്പോ അയാൾക്ക് നിയന്ത്രണം വിട്ടു.
അടുക്കളയിലുണ്ടായിരുന്ന വാക്കത്തിയെടുത്ത ഭാര്യയെ കൊല്ലണമെന്നുള്ള നീയത്തിൽ കത്തിവീശിയപ്പോൾ തൻ്റെ 2.5 വയസ്സായ കുഞ്ഞിനെ കൊണ്ട് ആ പെണ്ണ് തടുത്തപ്പോൾ കുട്ടിക്കാണ് വെട്ടുകൊണ്ടത്. എന്തായിരുന്നു അയാൾ അതിനെ പ്രേരിപ്പിച്ചത്? തനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അവൾ. ഈ അനുഗ്രഹങ്ങളെല്ലാം നമ്മൾക്ക് തന്ന റബ്ബ് ആരാധനകൾ അവനിലേക്ക് മാത്രം കേന്ദ്രീകരിക്കണേ എന്ന് പറഞ്ഞിട്ട് അവിടേക്കൊക്കെ കൊടുക്കുക. നമ്മളത് മാത്രം ഒന്ന് ചിന്തിച്ചു, നമുക്ക് മാത്രം അവകാശപ്പെട്ടത് വേറെ ആൾ പങ്കിടുമ്പോൾ. അതാണ് അള്ളാഹ് പറഞ്ഞത്, ഒരിക്കലും ഞാൻ പുറത്തു തരൂല. കാരുണ്യവാനായ റബ്ബേ, നിങ്ങൾ മലയോളം തിന്മ ചെയ്തിക്കണമെങ്കിൽ ഞങ്ങൾക്ക് പുറത്തു തരും എന്ന് പറയുന്ന റബ്ബ് ശിർക്കിനെ കുറിച്ച് പറഞ്ഞെന്താ? ലാ യഗ്ഫിറു എന്നാ പറഞ്ഞത്. അത് പൊറുക്കൂല. അതുകൊണ്ട് അതിനെ ലാഘവ ബുദ്ധിയോട് കൂടി കാണേണ്ടവരാണോ നമ്മൾ? അത് പഠിക്കാതെ ഇപ്പൊ എന്നിലും ആ ശിർക്ക് ഉണ്ടോ എന്ന് വരെ പഠിക്കാൻ 50 വയസ്സായിക്കണേ, 40 വയസ്സായിക്കണം, എന്റെ മേലെയും താഴെ കഴിക്കണേ, ഇന്ന് വരെ എന്താണ് ആ സംഗതി എന്ന് പഠിക്കാൻ പലരും തയ്യാറാകുന്നില്ല. നമ്മുടെ സ്വർഗനരകങ്ങൾ തീരുമാനിക്കുന്നതിൽ ഇതിനേക്കാൾ വലിയ ഘടകം വേറെ എന്താ ഉള്ളത്? അല്ലാഹ് പറയാണ്, അത് സംഭവിച്ചവൻ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ്. എപ്പോഴാ ഈ ആയത്ത് ഓതി അറിയോ? ഇത് 22-ാം അധ്യായത്തിന്റെ 31-ാമത്തെ ആയത്താ. 2 തരം മരണമുണ്ട്. ഒന്ന് മുത്തുമഇന്നയായ മരണാണ്, ഒന്ന് ഖബീസായ മരണാണ്. അള്ളാഹു ആദ്യം പറഞ്ഞ വിഭാഗത്തിൽ നമ്മൾ ചേർക്കുമാറാകട്ടെ. അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ. സമാധാനമടഞ്ഞ ഫജ്റിന്റെ അവസാനത്തെ വചനങ്ങൾ. അള്ളാഹു അവരെല്ലാം ചേർക്കുമാറാകട്ടെ. അത് ചിലപ്പോ കുറെ സമയം മുമ്പിൽ പറയണ്ടാവില്ല. ഒക്കെ കടലാസൊക്കെ റെഡിയാക്കുക. നാളെ ഒരു ദുബായ് യാത്ര ഉണ്ട്, മറ്റൊന്നൊരു സൗദി യാത്ര ഉണ്ട്, ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് ഉണ്ട്. എന്തൊക്കെ പേപ്പേഴ്സ് നമ്മൾ റെഡിയാക്കും, ലഗേജിൽ നമ്മൾ എന്തെല്ലാം വെക്കും. ആ ഒരുക്കം നമുക്ക് പറലോ, അതിനൊക്കെ നിശ്ചിത സമയമുണ്ട് വിചാരിക്കുക. ഇതിന് സമയമല്ല, രംഗബോധമില്ലാത്തൊരു കോമാളിയാണ്. അതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, ഗുജറാത്തിന്റെ അഹമ്മദാബാദിലുണ്ടായ വിമാനാപകടം. എന്തെല്ലാം പ്ലാനിങ്ങോടെ പോയാലാണ്. പത്തനംതിട്ട സ്വദേശിനിയായ സഹോദരിയുടെ ശരീരം, ഏക മലയാളി ആ ഫ്ലൈറ്റിലുണ്ടായിരുന്നു അല്ലേ. ഒരു DNA ടെസ്റ്റിന് പോലും അംശങ്ങൾ കിട്ടാതെ കത്തിയമർന്ന് പോയെങ്കിൽ നമ്മളും ക്യൂവിലാണ്. പഠനങ്ങൾ പറയണത് 1 സെക്കൻഡിൽ ലോകത്ത് 3 ആൾ മരിച്ചു വീണ്ടെന്നാണ് അല്ലേ. അപ്പൊ ഞാനിത് പറയാനൊരു 4 സെക്കൻഡ് എടുത്തിട്ടുണ്ടാവും. അപ്പൊ 3x4 12 ആൾ മരിച്ചു. അപ്പൊ നമ്മളെടുത്തും വരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതിന്റെ മുമ്പ് ഇതൊക്കെ ഒന്ന് ക്ലിയർ ആക്കുക. ഓക്കെ ആണോ? ഇത് കാലങ്ങളായിട്ട് നമ്മളെ മിമ്പറുമെന്ന് കേൾക്കണല്ലോ. അതൊക്കെ തിന്മകളിൽ നിന്ന് മടങ്ങാനും ഞാൻ ചെയ്യുന്നത് പാച്ച ഹറാമെന്ന് ചില ആൾക്കാർക്ക് അറിയാം. എന്നിട്ട് അതിൽ ഉറച്ചിക്കുക. ഖുർആൻ പറയണേ എന്ത് ഈമാനോൽക്ക് ഉള്ളത് ഖുർആൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ തിന്മകളുടെ വലിയ ചിന്മയായ അല്ലെ, ഒരു ഹബീസായ ആത്മാവായിട്ട് മരിക്കുമ്പോൾ നല്ല ആത്മാവിനെ മലക്കുൽ മൗത്ത് ഒരു കൂജയിൽ നിന്ന് മറ്റൊരു കൂജയിലേക്ക് വെള്ളം ഒഴിക്കണ പോലെ അത്രേ ആത്മാവിനെ പിടിച്ചെടുത്തിട്ട് മുകളിലുള്ള മലായിക്കത്തുകളെ കൈകളിലേക്ക് ഏൽപ്പിക്കണത്. പിന്നെ സ്വർഗ ലോകത്തേക്കുള്ള യാത്രയാണ്. നേരെ തിരിച്ചാണെങ്കിൽ നരകത്തുനിന്ന് കൊണ്ടുവന്ന കരിമ്പുടയിലാണ് ആത്മാവിനെ അടിച്ചിറക്കിയിട്ട് ആ കരിമ്പുടയിലേക്ക് പൊതിയുന്നത്. 1-ാം ആകാശത്തേക്ക് ആത്മാവിനെ കൈമാറുമ്പോൾ അതിന്റെ കവാടം തുറക്കാൻ പറയത്രേ 1-ാം ആകാശത്തിലെ മലക്കുകളോട്. അപ്പൊ തുറന്നു കൊടുക്കൂലെന്നാ. ഇതാരുടെ ആത്മാവാണ് ഈ ദുർഗന്ധം വമിക്കുന്നത് എന്ന് മലായിക്കത്തുകൾ വെറുപ്പ് പ്രകടിപ്പിക്കുമ്പോൾ ഫുലാനുബിന് ഫുലാൻ എന്ന് പറയാ. ഇന്നാലിന്ന മകന്റെ ഇന്നാലിന്ന ആളെ മോനാണ്. അള്ളാഹിന്റെ റസൂൽ പറയാണ്, ആത്മാവിനെ മലക്കുകൾക്കും വേണ്ടാതെ അവർ ആകാശത്ത് വലിച്ചെറിയുന്ന. അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ. എന്നിട്ട് റസൂലുള്ളാഹി ഓതി, വമയ്യുശ്രികു ബില്ലാഹ് ഫകഅന്നമാ ഖറ മിനസ്സമാ ഫതഖ്തഫഹു അത്വയ്റു ഔ തഹ്വീ ബിഹി الرീഹ് ഫീ മകാനിൻ സഹീഖ്. പക്ഷികൾ റാഞ്ചി കൊണ്ടുപോയേക്കാം, കാറ്റുകൾ വിദൂരതകളിൽ അവനെ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞേക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശിർക്കിന്റെ ആളുകൾ വൈതാളികന്മാരുടെ അതിശക്തമായ മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഒരു തരിമ്പ് പോലും എന്നിലില്ല എന്നുറപ്പിക്കാൻ നമുക്ക് കഴിയണം. എല്ലാ വിഷയത്തിലും ആത്മാർത്ഥതയുള്ള മനുഷ്യന്മാരായിരുന്നു മക്കാ മുശ്രിക്കുകൾ. പക്ഷെ അവർക്ക് ശിർക്ക് സംഭവിച്ചപ്പോൾ സ്വന്തം മകൻ അബ്ദുൽ മുത്തലിബിന്റെ മോനാണ് അബ്ദുള്ള. 10 മക്കളുണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹം കിനാവിൽ ഇങ്ങനെ കണ്ടിരുന്നു എന്നാണ്. ഇടക്കിടക്ക് സംസം കിണറ്
ആ നാട്ടിലുണ്ടായിരുന്ന ആദ്യ ഗോത്രക്കാര്, ജുംഹും ഗോത്രക്കാര്, അത് മൂടി സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് മണ്ണിട്ടും കൊണ്ട് മൂടിയിട്ട്, ഞങ്ങളില്ലാത്ത നാട്ടിൽ നിങ്ങൾക്കും ഈ വെള്ളം വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു സംസം കിണർ മൂടിയിട്ട് പോകുന്നുണ്ട്. 300 ചില്ലാനം കൊല്ലം സംസം കിണർ കാണാതെ അറേബ്യയുടെ മണ്ണിൽ നിലനിന്നിട്ടുണ്ട്. പിന്നീട് അവിടേക്ക് കടന്നു വന്ന അറേബ്യൻ ഗോത്രം അബ്ദുൽ മുത്തലിബ് രാത്രി കിടന്നുറങ്ങുമ്പോഴാണ് 2-3 തവണ സ്വപ്നം കണ്ടത്, ഒരു ബറക്കത്താക്കപ്പെട്ട സംസമിന്റെ കിണറുണ്ട് നിങ്ങളുടെ നാട്ടിൽ, കുഴിച്ചു നോക്കണം. അബ്ദുൽ മുത്തലിബ് മുൻകൈ എടുത്തിട്ട് കുഴിച്ചപ്പോൾ ആദ്യം കിട്ടിയത് കുറെ സ്വർണ്ണ നാണയങ്ങളും സ്വർണ്ണങ്ങളുമാണെന്ന്. കാരണം എന്താ, ആ നാട്ടിൽ ആദ്യം താമസിച്ചിരുന്ന ഗോത്രങ്ങൾ സംസം കിണർ മൂടിയിട്ട് പോയത് ഇതുകൊണ്ടൊക്കെയായിരുന്നു. കുറെ കുഴിച്ചപ്പോൾ അദ്ദേഹത്തിന് ആ കിണർ കാണാൻ പറ്റി. ഒരുപാട് ചരിത്രമാണ്, വിശാലമാണ് അത് സംഭവം. അദ്ദേഹം ആ കിണറിലെ വെള്ളം കണ്ടു കിട്ടുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു മകനെ, എനിക്കുണ്ടാകുന്നൊരു മകനെ നിനക്ക് വേണ്ടി ഞാൻ ബലി നൽകാം എന്ന് വരെ പറഞ്ഞ ആളാണ് അബ്ദുൽ മുത്തലിബ്. പച്ച മുശ്രിക്കാൻ. അദ്ദേഹത്തിന്റെ അബ്ദുള്ള എന്ന് പറയുന്ന മകൻ നമ്മുടെ നബീന്റെ ഉപ്പ, മക്കളിൽ ഏറ്റവും സൗന്ദര്യമുള്ള മകനായിരുന്നു അബ്ദുള്ള. ആ അബ്ദുള്ളയെ അറുക്കാൻ വേണ്ടി കഅബയുടെ സമീപത്തേക്ക് കൊണ്ടുകൊണ്ട്, കാരണം വാക്കു പാലിക്കണല്ലോ. കഅബയെയും അള്ളാഹുവിനെയും ഒക്കെ അത്ര ആദരിച്ചിരുന്നവർ. പക്ഷെ അവർക്ക് പറ്റിയ തെറ്റെന്താ? ശിർക്ക് വന്നുപോയി. നാട്ടുകാർ തടഞ്ഞു, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? സ്വന്തം മകനെ. അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? ഞാൻ എൻ്റെ റബ്ബിന് കൊടുത്ത വാക്കാണെന്ന് പറഞ്ഞു. അപ്പൊ ആ മുശ്രിക്കുകൾക്ക് വരെ കഅബയോടും അതിന്റെ പവിത്രതയോടും റബ്ബിനോടുമുള്ള ആദരവ്. പക്ഷെ അവരിൽ വന്ന തിന്മ എന്താ? ഈ ശിർക്കാണ്. എന്തുണ്ടായി? നാളെ പരലോകത്തവർ നരകത്തിന്റെ വിറകുകളാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏറ്റവും കൂടുതൽ പണിയെടുക്കേണ്ടത് ഈ തിന്മക്കെതിരെയാണ്. ഞാൻ നാളെ എൻ്റെ ഖുതുബയിൽ ഒരു പരാമർശം നടത്തി. ഒരു ക്യാൻസർ രോഗിക്ക് ആ ക്യാൻസർ മാറാൻ വേണ്ടി ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മൾ കൊടുക്കുന്ന ഒരു ഫണ്ടിനേക്കാൾ വലിയ നന്മയാണ് ശിർക്കിലകപ്പെട്ട ഒരാളെ രക്ഷപ്പെടുത്തുന്നെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ഒരാൾ ചോദിക്കണേ, അത് കുറച്ച് ഓവറായ ഉദാഹരണമല്ലേ ഉസ്താദേ? ഞാൻ പറഞ്ഞെന്താ, ക്യാൻസർ വന്നു പോയാൽ ഒരുപക്ഷെ ആ ക്യാൻസർ നമ്മളെ കൊണ്ടാണ് പോയേക്കാം. ശിർക്ക് കൊണ്ട് നമ്മളാണ് പോയാലോ? അതിൻ്റെ അർത്ഥം ക്യാൻസർ രോഗിക്ക് മരുന്നിന് പൈസ കൊടുക്കേണ്ടതല്ല. ഞാൻ പറഞ്ഞത് നമ്മളെ ബാധിക്കുന്ന ഏറ്റവും വലിയ ക്യാൻസറാണ് ശിർക്ക്. അത് ഈ സമൂഹത്തിൽ വല്ലാതെ നടമാടിക്കൊണ്ടിരിക്കുന്നു. അതിനെതിരെയാണ് നമ്മളത് പഠിക്കുകയും മനസ്സിലാക്കി നമ്മളില്ലാന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് അതിൽ അകപ്പെട്ടവരെ അതിശക്തമായി നമ്മുടെ സ്നേഹത്തോടു കൂടി സത്യത്തിലേക്ക് വിളിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതിയത് 6-ാം അധ്യായത്തിൽ 116-ാമത്തെ ആയത്താണ്, സൂറത്തുൽ അൻആം. വഇൻ തുതി അക്സറ മൻ ഫിൽ അർളി യുദില്ലുക അൻ സബീലില്ലാഹ്. നബിയെ, ലോകത്ത് തിന്മയുടെ ആളുകളുടെ എണ്ണമാണ് കൂടുതൽ. മെജോറിറ്റി ഒരു മേഖലയിലും ഇസ്ലാമിൽ തെളിവല്ല. ഖുർആനിൽ പറഞ്ഞെന്താ? വലാകിൻ അക്സറൻ നാസി ലാ യഅലമൂൻ വമാ യുഅ്മിനു ബില്ലാഹി വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞു, ഒരുപാട് ആളുകൾ നന്ദി ചെയ്യാത്തവരാണ്, ഒരുപാട് ആളുകൾ അറിവില്ലാത്തവരാണ്, ഒരുപാട് ആളുകൾ ശിർക്ക് ചെയ്യുന്നവരാണ്. ആശയാണ് പറഞ്ഞത്. കുറേ ആളുകൾ തിന്മ ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങൾ അത് സത്യത്തിന്റെ മാനദണ്ഡമായി മനസ്സിലാക്കണ്ട. ഹക്കിന്റെ ടീം എന്നും കുറച്ചുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഓൽക്കൊരു പേര് തന്നെ സ്വീകരിച്ചത്. എന്ത്? അൽ ഖുറബ, അപരിചിതർ എന്നാണ്. കാലഘട്ടത്തിന്റെ ചക്രം മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ സത്യത്തിന്റെ ആളുകളെ അപരിചിതരായിട്ട് സമൂഹം കാണും. എവിടുന്ന് വരിക, ഏതാ ടീം എന്നൊക്കെ ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടും. അന്ന് ആ സത്യത്തിന്റെ രംഗത്ത് നീ ഒറ്റക്കാണെങ്കിലും നീ ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കണേ എന്ന് സഹാബികളോട് പറഞ്ഞതായിട്ട് കാണാൻ പറ്റും. അവിടെ നമ്മൾ ആദ്യം ഇങ്ങനെ മാത്രം ഉറപ്പിച്ചാൽ മതി. എന്ത് തിന്മയും തന്നിൽ വന്നാലും ഈ തിന്മ എന്നിലില്ല എന്ന് ഉറപ്പിക്കുക. അത്ര നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. ഞാൻ ഈ സംഭവം പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക, ഞാൻ ഈ തിന്മയോട് ഇങ്ങനെയാണോ? ഏതാ സംഭവം? ഉമയ്യത്തിന്റെ കിങ്കരന്മാർ ബിലാലിന്റെ നെഞ്ചത്ത് പാറക്കല്ല് വെച്ചു. അതും വലിയ പാറക്കല്ല്. ബിലാലിന്റെ ചരിത്രത്തിൽ കാണാൻ പറ്റും, നീണ്ട മനുഷ്യനായിരുന്നു എന്നാണ്.
മെലിഞ്ഞ ശരീരമായിരുന്നു, കറുത്ത തൊലിയായിരുന്നു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ബനു ജുമഹ് എന്ന് പറയുന്ന ഗോത്രക്കാരിയായ നീഗ്രോ വർഗക്കാരിയുടെ മകൻ കാപ്പിരി, ആ ബിലാൽ ഇസ്ലാം സ്വീകരിച്ചു. ബിലാലിന്റെ കാലിൽ ചെരുപ്പുണ്ടാവൂല. ഒട്ടകത്തിന്റെ കാഷ്ടത്തിൽ ചവിട്ടി പരിചയമുള്ള ബിലാൽ കുറേ ആയിരക്കണക്കിന് ഒട്ടകങ്ങളും ആടുകളുമായിട്ട് പോകും രാവിലെ. ഉമയ്യത്തിന്റെ ജോലിക്കാരനാണ്. മലമടക്കുകളിൽ ബിലാൽ അന്ന് ആടുകളെ കൊണ്ട് തിരിച്ചു വന്നില്ലെങ്കിൽ ബിലാൽ എവിടെ എന്ന് പോലും സമൂഹം ചോദിക്കാത്ത കാറ്റഗറിയിൽ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചപ്പോൾ നാട്ടിൽ പാട്ടായി. ഉമയ്യത്തിന്റെ കിങ്കരന്മാർ അദ്ദേഹത്തെ കൊണ്ട് പന്താടി. ചുട്ടുപൊള്ളുന്ന മണലിൽ അദ്ദേഹത്തെ വിവസ്ത്രനായിട്ട് കിടത്തിയിട്ട് നെഞ്ചിൽ പാറക്കല്ല് കയറ്റി ഇത്ര കൂടി ചെയ്തു എന്നാണ്. രണ്ട് കാലുകളിലും 2 കൈകളിലും കയറുകൾ കെട്ടി, അതിൽ ഓരോന്നിലും ഒട്ടകങ്ങളെ കെട്ടി, കുതിരകളെ കെട്ടി ഓരോ ദിശകളിലേക്ക് അതിനെ പായിപ്പിച്ച് വിട്ടിരുന്നതാണ്. ബിലാലിന്റെ നെഞ്ചിലും ശരീരത്തിലുള്ള തൊലികള് മണലിനോട് ചേരുമ്പോ ബിലാൽ അത്തുഷ് എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ ഉമയ്യത്ത് പരിഹാസ്യനായി പരിഹസിക്കുന്നവരായി ചിരിച്ചുകൊണ്ട് ബിലാലിന്റെ മുഖത്തേക്ക് തുപ്പി. ആ തുപ്പുനീര് നാവുകൊണ്ട് കുടിച്ച ബിലാലിന്റെ ചരിത്രമുണ്ട്. ചരിത്രത്തിൽ നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അദ്ദേഹത്തോട് ഒന്നേ പറഞ്ഞുള്ളൂ, എന്തേ നിങ്ങൾക്കൊന്ന് ലാത്തയെ വിളിക്കാൻ പറ്റില്ലേ? ലാത്ത മഹാനാണ്. ബിലാലിന് വേണമെങ്കിൽ അവസാനത്തെ കൈയെന്നോളം ചോദിക്കായിരുന്നു, ഞാൻ എന്ത് വിശ്വാസത്തിലാണ് വിളിക്കേണ്ടത്? കൊടുത്ത കഴിവിലാണോ, ഇലാഹാണെന്നുള്ള വിശ്വാസത്തോടെയാണോ? എങ്കിൽ ഞാൻ വിളിച്ചോളാം, അല്ലാത്ത വിളി എന്നോട് പറയല്ല എന്നാ പറഞ്ഞത്. ഒരു വിളിയില്ല, ഒരു വിളിയില്ല. അദ്ദേഹം പറഞ്ഞെന്താ? അല്ലാഹു അഹദ് എന്നാണ്. ബിലാലിന്റെ പീഡനത്തിന്റെ പ്രയാസങ്ങൾ കണ്ടുകൊണ്ട് കൂട്ടത്തിൽ ഉമയ്യത്തിന്റെ കൂടെ വന്ന അവന്റെ ചോറ്റുപട്ടാളം ആ പ്രയാസം കണ്ടുകൊണ്ട് ബിലാലിനോട് സ്വകാര്യമായി ചെന്ന് പറഞ്ഞു, എത്ര ബിലാലെ സഹിക്കുന്നില്ലടാ നിന്നെ കാട്ടുന്നത് കണ്ടിട്ട്, ജസ്റ്റ് ഒന്നാണ് പറഞ്ഞാളാ. ബിലാല് പറഞ്ഞു, ഇല്ല ഞാനത് പറയില്ല എന്നാണ്. എന്തിനായിരുന്നു? ഈ കൊടിയ പീഡനങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഏൽക്കുന്നത് പോലെ തന്നെയാണ് അവർക്കും. അതൊക്കെ സഹിച്ചിട്ടും വിളിക്കാത്തത് എന്തേ? അത്ര വലിയ വൃത്തികെട്ട ചിന്മയാണത് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ഈ രംഗം ഒന്ന് കൈകാര്യം ചെയ്യണം, കൃത്യമായിട്ട് പഠിക്കണം, മനസ്സിലാക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലം വസ്തഗ്ഫിർ ലക ബിമാ ലാ അഅലം. എപ്പോഴും പ്രാർത്ഥിക്കണം. ചില ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ട്, ഞാനൊക്കെ അതിൽ നിന്ന് ഇങ്ങോട്ട് പോന്നതാ, ഇനി അങ്ങോട്ട് ഉണ്ടാവില്ല, അതൊക്കെ വെറുതെ പറയാണ്. ഏത് സമയത്തും നമ്മളെ പിഴപ്പിക്കാൻ ബദ്ധവീരനായി നടക്കുന്ന ഒരാളുണ്ട്, ശൈത്താൻ. റബ്ബിന് കൊടുത്ത വാക്കെന്താ? നാളെ പരലോകത്തെത്തുമ്പോൾ കുറെ ആൾക്കാരെ ഞാൻ നന്ദി കെട്ടവരായി കാണിച്ചിരുന്ന പറഞ്ഞത്. ഈ ജീവിതമാകുന്ന കടത്തു തോണി നൗകയും തുഴഞ്ഞ് നമ്മൾക്കെത്താനുള്ള ലാൻഡിലെത്തുവോളം ഒരുപക്ഷെ കാറ്റുകളുണ്ടാകാം, കോടുകളുണ്ടാകാം, മറിയുന്നൊരവസ്ഥയുണ്ടാകാം. അവിടങ്ങളിലൊക്കെ പിടിച്ചു നിന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾക്ക് കുതിക്കാൻ കഴിയണമെങ്കിൽ പ്രാർത്ഥനയും പഠനവും അധ്വാനവും നമ്മുടെ ജീവിതത്തിൽ വേണ്ടതുണ്ട്. മുകളിലുള്ള റബ്ബ് കനിയണം. എപ്പോഴും പറയാറുണ്ട്, റബ്ബേ ഹിദായത്തിന്റെ വഴിയിൽ നിന്ന് തെറ്റിക്കല്ല റബ്ബേ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. റബ്ബിനോട് എപ്പോഴും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. റബ്ബ് നമ്മെ എല്ലാം ആ തിന്മയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിൽ അകപ്പെട്ടു പോയ ആളുകളെ സ്നേഹത്തോടു കൂടി ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾക്ക് അറിയുന്ന രൂപത്തിൽ സംസാരിച്ച് രക്ഷപ്പെടുത്താനുള്ള ഈമാനികപരമായ അന്തരീക്ഷം നമുക്കെല്ലാം അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം ആളുകളുണ്ട്. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗികളുണ്ട്, ഓരോരുത്തരെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ശിഫാഉൻ നാജിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മക്കളിലും ഇണകളിൽ നിന്നും നമ്മൾക്ക് അല്ലാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. കാലാവർഷത്തിന്റെ സമയമാണ്. എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ കുടുംബത്തെയും നാടിനെയും സമൂഹത്തെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഫലസ്തീനിന്റെ മണ്ണിൽ അക്രമങ്ങൾ ഏറ്റുവാങ്ങുന്ന ഈ ഉമ്മത്തിലെ അംഗങ്ങൾക്ക് അല്ലാഹു രക്ഷയും സമാധാനവും നിർഭയത്വവും അനധിവിദൂരമായ രൂപത്തിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ പള്ളിയിൽ വരുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരന്റെ ഉമ്മക്ക്
സുഖമില്ല എന്ന് പറഞ്ഞ് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഉമ്മയുടെ ശാരീരിക പ്രയാസങ്ങൾ അല്ലാഹ് ശിഫ നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ പള്ളിയിൽ വരുന്ന മറ്റൊരു സഹോദരൻ, ഒരു 15 വയസ്സുകാരനായ ഒരു കുട്ടിയുടെ കാലിന് ക്യാൻസർ ബാധിച്ച വിഷയം സംസാരിക്കുകയുണ്ടായി. കാല് ഘട്ടങ്ങളായി 3 ഘട്ടങ്ങളായി മുഴുവനായി കട്ട് ചെയ്ത് കളഞ്ഞു. വീണ്ടും മുകളിലേക്ക് അത് വ്യാപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എല്ലിൻ്റെ ഉള്ളിലൂടെ കീമോ ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ആ കുഞ്ഞുമോന് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ധാരാളം ആളുകൾ സമൂഹത്തിൽ സാമ്പത്തികമായ പ്രതിസന്ധികളിൽ അകപ്പെട്ട് സമാധാനം നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അത്തരം ആളുകൾക്ക് പരിഹാര മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ കച്ചവടത്തിലും ജോലിയിലും അള്ളാഹു നമ്മൾക്ക് സമ്പത്തിലുമെല്ലാം ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.